കാക്കക്കൂട്ടിൽ കുയിൽ മുട്ടയിട്ട് കാക്കക്കുഞ്ഞുങ്ങൾ വിരിയിക്കുന്ന പോലെ ഈ സീനിയ തൈകളുടെ ഇടയിൽ എങ്ങനെയാണ് ഒരു വലിയ തൈ വന്നതെന്ന് ആലോചിച്ചിരുന്നു. അത് മത്തനാണോ തണ്ണീർമത്തനാണോ എന്നൊക്കെ കഴിഞ്ഞ പോസ്റ്റിൽ ഞാൻ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ ആദ്യത്തെ കുരുന്നിലകൾക്ക് ശേഷം രണ്ടാമത്തെ സെറ്റ് ഇലകൾ വന്നപ്പോൾ ഏകദേശം ക്ലിയറായി. മത്തനല്ല, തണ്ണീർമത്തൻ തന്നെ. മത്തൻ്റെ ഇലകൾക്ക് ഇത്ര സെറേഷൻ കാണില്ല. അപ്പോൾ മൂന്നായിട്ട് വന്ന ഈ ഇലകൾ മിക്കവാറും തണ്ണീർമത്തൻ തന്നെയായിരിക്കും. എങ്ങനെയെങ്കിലും ചെടിച്ചട്ടിയിലൊരു വിത്ത് വീണ് പോയതായിരിക്കും. ഓൺലൈനായിട്ട് വാങ്ങിച്ച വിത്തിൽ അത്ര വലിയ വിത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ സീനിയയുടെ വിത്ത് കുറച്ചും കൂടെ ചെറുതാണല്ലോ. തണ്ണീർമത്തൻ്റെ കുറച്ചുകൂടെ വലിപ്പമുണ്ട്, പരന്നിരിക്കും. അപ്പോൾ കണ്ടാൽ എന്തായാലും വ്യത്യാസം അറിയും. അപ്പോൾ നട്ട സമയത്ത് എന്തായാലും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് ഏകദേശം ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ചെടിച്ചട്ടിയിൽ എങ്ങനെയോ വന്ന് വീണ വേറൊരു വിത്ത് ഒരു പക്ഷേ അന്ന് മുളയ്ക്കാതെ വെള്ളം കിട്ടിയപ്പോൾ, ഇതൊരു പഴയ ചെടിച്ചട്ടിയായിരുന്നു, പൊട്ടിപ്പൊളഞ്ഞ ചെടിച്ചട്ടിയാണ്, കണ്ടാൽ അറിയാമല്ലോ. അതിൽ വേറൊരു ചെടി ഉണ്ടായിരുന്നു. അത് പതിമുക്കാലം ഉണങ്ങിയപ്പോൾ കുറേയൊക്കെ കുറ്റിച്ചെടിയാക്കി വെട്ടിക്കളഞ്ഞ് ബാക്കി ഭാഗം പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ച് കാലി ചെടിച്ചട്ടിയിൽ നിന്ന് ഞാൻ കണക്കാക്കി വെച്ചിരുന്ന ചെടിച്ചട്ടിയാണിത്. അപ്പോൾ ഏതായാലും വിത്ത് പാകാൻ വേറെ സ്ഥലമില്ലാതിരുന്നപ്പോൾ അതിൽ പാകിയതാണ്. അപ്പോൾ അതിൽ മുമ്പെപ്പോൾ വീണ് പോയ ഒരു തണ്ണീർമത്തൻ വിത്ത് തന്നെയായിരിക്കണം മുളച്ച് വന്നത്. ഇനി കൂടുതൽ വലുതാകുമ്പോൾ നോക്കാം. പക്ഷേ ചെടിക്ക് വലിയ ആരോഗ്യം പോരാ, അതുകൊണ്ട് എത്ര കാലം നിൽക്കുന്നും പറയാൻ പറ്റില്ല. പിന്നെ പടർത്താനും ഇവിടെ സ്ഥലമില്ല. ഞാനിപ്പോൾ തൽക്കാലം ഒരു ചെറിയ കുറ്റിയായിട്ടുള്ളൊരു മാവും ചെടി ഉണ്ട്, അതിൻ്റെ കിടക്കിലാണ് കൊണ്ടുവച്ചിരിക്കണേ. അതിൻ്റെ മുകളിലേക്ക് പടർത്താൻ പറ്റുമെന്ന് നോക്കാം ഒരു രസത്തിന്. പക്ഷേ തണ്ണീർമത്തൻ ഉണ്ടാകുന്നവരെയൊന്നും വളരുന്ന എനിക്ക് വലിയ ഉറപ്പില്ല. സീനിയ ഡാലിയ ചെടികളുടെ വിത്തിൻ്റെ മിക്സാണ് വാങ്ങിച്ച് ഓൺലൈനായിട്ട് നട്ടത്. അപ്പോൾ കുറേ തൈകൾ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന വലിയ കുറ്റികൾ അതിൻ്റെ ഒന്നുമല്ല കേട്ടോ. അത് മുമ്പ് ആ ചെടിച്ചട്ടിയിലുണ്ടായിരുന്ന കേടായിപ്പോയ ചെടികളുടെ മുറിച്ച് കളഞ്ഞവൻ്റെ കുറ്റി അവിടെ നിന്നാണ്. അത് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് കാലമായിട്ടുള്ള ചെടികളായിരുന്നു, 3 ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വേര് പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ മുറിച്ച് കുറ്റിയാക്കി അവിടെ വെച്ചതാണ്. കുറച്ച് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോകുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഉണങ്ങുന്ന ലക്ഷണവുമില്ല, രണ്ടാമത് വളരുന്ന ലക്ഷണവുമില്ല. അപ്പോൾ ഈ തൈകളൊക്കെ ഇങ്ങനെ നോക്കി വെക്കുന്നതിൻ്റെ ഇടയിലൊരു രസമുണ്ടായി. ഇത് കണ്ട, ഈ എല്ലാ തൈകളുടെയും ഇല കുഞ്ഞ് ഇലകളാണ്. അതിൻ്റെ കൂടെ ഒരു തൈൻ്റെ മാത്രം ഇല കുറച്ച് വലിപ്പം കൂടുതലുണ്ട്. അതെന്തായാലും സീനിയുടെയും ഡാലിയുടെ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ചെടിച്ചട്ടിയിൽ എങ്ങനെയോ വീണ് പോയ മുമ്പുണ്ടായിരുന്ന വിത്ത് മുളയ്ക്കാതെ കിടന്നതോ മറ്റോ ആയിരിക്കണം, ഇപ്പോൾ മുളച്ച് വന്നതായിരിക്കണം. കണ്ടിട്ട് മത്തൻ്റെ ആയിരിക്കണം, അതല്ലെങ്കിൽ ഇനി തണ്ണീർമത്തനാണോയെന്നറിയില്ല. എങ്ങനെയാണ് വിത്ത് അതിൽ വന്നതെന്നറിയില്ല. എന്തായാലും നടുന്ന സമയത്ത് അങ്ങനെ മത്തൻ്റെ തണ്ണീർമത്തൻ്റെ വിത്ത് പോലത്തെ വലിയ വിത്തുകളൊന്നും ആ പാക്കറ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെ മുമ്പേ വീണ് കിടന്നതായിരിക്കും. വീട്ടിലല്ലേ, വീട്ടിലിപ്പം നമ്മൾ വേസ്റ്റ് കൊണ്ട് കളയുന്നതിൻ്റെ ഇടയിൽ മത്തൻ്റെ ഒരു വിത്ത് അവിടെ വീഴാനൊക്കെ ഒരു ചെറിയ സാധ്യതയൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും ഞാനത് പറിച്ച് കളയുന്നില്ല. ഇതെല്ലാം വളരട്ടെ. വളർന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ വലുതാകുമ്പോൾ നമുക്കറിയാമല്ലോ ഏത് ചെടിയാണെന്ന് കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ. ആ ഒരു കൗതുകത്തിന് പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നീട് അപ്ഡേറ്റുകൾ പോസ്റ്റ് ചെയ്യാം.